ഗ്രീഷ്മ വസിഷ്ഠ അർഹിക്കുന്നു. ഇന്ന് ആണുങ്ങളെ ഏറ്റവും കൂടുതൽ തേക്കുന്നത് പെണ്ണുങ്ങളാണ് ആണുങ്ങൾ തേക്കുന്നത്. പണ്ട് ആണുങ്ങളായ പല നിയമങ്ങൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്. അത് പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ കേരളത്തിലാണ്. പെണ്ണുങ്ങളെ റെസ്പെക്റ്റ് വേണം, ആണുങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. ആണുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കും. പെണ്ണുങ്ങളെ ആണുങ്ങൾ ശാരീരികമായി ലൈംഗികമായി പിടിപ്പിക്കണം. ശത്രു പെണ്ണുങ്ങൾ ആണുങ്ങളെ മാനസികമായി പിടിപ്പിക്കുന്നു. പുരുഷ കമ്മീഷനും വെൻസലേഷനും എല്ലാം വേണം. ആണുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. ഇന്നൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞാൽ സ്വത്ത് പോകും ആണുങ്ങളുടെ. ഒരു ഗേൾ ഫ്രണ്ടോ ഒരു ലിവിങ് ടൂത്ത് വെച്ച് എപ്പോഴാണ് പീഡനാരോപണം വരുന്നു പറയാൻ പറ്റില്ല. ഇന്ന് ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് കേരളത്തിലാണ്, എസ്പെഷ്യലി ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ നിർഭയ കേസസാണ് ഇങ്ങനെ നിയമം വന്നത്. അതിന് കാരണം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ റൂറൽ ഏരിയാസ് വളരെ സിവിലൈസ്ഡ് അല്ല. അവിടെ റേപ്പ് സാധാരണ ഇവൻ്റായി മാറി. അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ വിദ്യാഭ്യാസം ഇവിടെ മിസ്യൂസ് ചെയ്യുകയാണ്. ഒരു ചാൻസലർ കേസിനെ പെട്ടെന്ന് കാണണം. ഞാളെ കണ്ടിട്ട് പോലുമില്ല. ഒരാൾ ജീവനം വെച്ച് കളിക്കുന്ന ആണുങ്ങളുടെ അവസ്ഥയെ മനസ്സിലായി. ആണുങ്ങൾ പെണ്ണുങ്ങളെ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിക്കേണ്ട. പക്ഷേ എത്രയോ പെണ്ണുങ്ങൾ ആണുങ്ങളെ മാനസിക പീഡിപ്പിക്കുന്നു. എൻ്റെ സിസ്റ്റേഴ്സ് കഴിഞ്ഞ 20 വർഷമായിട്ട് മാനസിക പീഡിപ്പിക്കുകയാണ്. എനിക്കായിട്ട് ബാധിക്കാൻ ആരുമില്ല. ഇന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. അതുകൊണ്ട് അവർക്ക് അഹങ്കാരം വരികയാണ്. പണ്ട് ആണുങ്ങളെയും തെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ശരിയാണ്, പണ്ട് പെണ്ണുങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ശാരീരികമായി ലൈംഗികമായി. പക്ഷേ ഇന്ന് നേരെ തിരിച്ച് പെണ്ണുങ്ങൾ ആണുങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. ഒരു ട്രാൻസ്ജെൻഡറിനെ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ അടുപ്പയിൽ കേസ് വന്നു. എൻ്റെ ഒരു ദിവസം പോയി എൻ്റെ ഫോട്ടോ ഇട്ടതാണ്. എൻ്റെ സ്ഥാനത്ത് വേറെ ആളാണെങ്കിൽ ആത്മഹത്യ തന്നെ. പെണ്ണുങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാക്കിയ നിയമങ്ങൾ ഇവർ മിസ്യൂസ് ചെയ്യുകയാണ്. കോടതി നന്നായിട്ട് ആക്ട് ചെയ്തു. ഗ്രീഷ്മ വസിഷ്ഠ അർഹിക്കുന്നു. രണ്ടുപേരുടെ അവസ്ഥ പെണ്ണുങ്ങളുടെ ആണെങ്കിൽ മേരി വോസ്റ്റ്ഗ്രാഫ്റ്റൻസ് എന്ന ഫെമിനിസ്റ്റ് രണ്ടുപേർക്ക് വേണ്ടി വാദിച്ചാണ്. ഫെമിനിസ്റ്റ് പറയുമ്പോൾ പല പെണ്ണുങ്ങളും പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ആണുങ്ങൾക്കെതിരെ വർത്താൻ പറയും. എവിടെ സത്യം എവിടെ നീതി അത് സപ്പോർട്ട് ചെയ്യുക. ആണാണോ പെണ്ണാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഗ്രീഷ്മ വസിഷ്ഠ അർഹിക്കുന്നു. കോടതിയുടെ വിധി വളരെ വളരെ നല്ലത്. ഇങ്ങനെയാണ് കോടതി ഇടപെടേണ്ടത്.